അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മുത്ത് നബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് നുസ്ക് ആപ്പ് വഴി റൗള പെർമിറ്റ് എടുക്കണം. റൗള പെർമിറ്റ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നുസ്ക് ആപ്പ് വഴി എടുക്കുന്നത് എന്നാണ് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ വിസ കോപ്പിയും നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി നുസ്ക് ആപ്പ്, ഈ ബ്ലാക്ക് എംബ്ലത്തിൽ കാണുന്ന ഈ നുസ്ക് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നുസ്ക് ആപ്പ് ഓപ്പണായി വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇതേ രീതിയിലാണ് കാണിക്കുന്നത്. നുസ്ക് ആപ്പിന്റെ സ്റ്റാർട്ടിങ് ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇതിൽ മൂന്നാമതായി കൊടുത്ത ഇന്റർനാഷണൽ വിസിറ്റർ അതും നമുക്ക് ടിക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെലക്ട് നാഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മളിവിടെ സെർച്ചിന്റെ ഭാഗത്ത് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക. ശേഷം അവിടെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ശേഷം ID ഓർ പാസ്പോർട്ട് നമ്പർ, അവിടെ നമ്മുടെ പാസ്പോർട്ടിലുള്ള നമ്മുടെ നമ്പർ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ വിസ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിസയിൽ എന്തുണ്ടാവും, നമ്മുടെ വിസയിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ വിസ നമ്പർ ഇവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന 6150 അതാണ് വിസ നമ്പർ. ആ വിസ നമ്പർ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വിസ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഇവിടെ കൊടുക്കുക. ഈ വർഷം മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ഏത് വർഷമാണോ ആ വർഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനുശേഷം മാസം ഇവിടെ സെലക്ട് ചെയ്യാം. ശേഷം ഡേറ്റ്, തീയതി ഏതാ നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ല, അപ്പൊ നമുക്ക് ഇവിടെ നോ കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഏതെങ്കിലും നമുക്കൊരു പാസ്വേഡ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ ഏതെങ്കിലും നമ്മുടെ 1, 2, 3 എന്നുള്ള അക്കങ്ങൾ ഏതെങ്കിലും വേണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടറും നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണുമെങ്കിൽ ഇവിടെ ഈ കണ്ണിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ടിക്ക് ചെയ്താൽ ഇവിടെ പാസ്വേഡ് കാണാൻ കഴിയും. ശേഷം ഈ അടിയിൽ 2 കണ്ടീഷൻസ് ടിക്ക് ഇടുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അതിന് മുൻപ് തന്നെ ഇവിടെ ഒരു +966 ഉണ്ടല്ലേ, ഇത് സൗദി കോഡാണ്. ആ കോഡ് നമുക്ക് മാറ്റിയിട്ട് ഇന്ത്യൻ കോഡാക്കി കൊടുക്കാം. നമ്മുടെ ഇന്ത്യൻ നമ്പറാണ്, ഫോൺ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ത്യ നമ്പർ കൊടുക്കാം. ഇവിടെ നമ്മുടെ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് OTP വരുന്ന ഇമെയിൽ ID കൊടുക്കണം. OTP വരുന്ന ഇമെയിൽ ID തന്നെ കൊടുക്കണം. അപ്പോൾ ഉള്ള ഇമെയിൽ ID കൊടുക്കണം, ഫേക്ക് ഇമെയിൽ ID കൊടുക്കരുത്. നമുക്ക് OTP ഇമെയിൽ IDയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഫേക്ക് മെയിൽ ID കൊടുക്കാതെ ഒറിജിനൽ ഇമെയിൽ ID അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ID ഏതാണോ അതെന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നുസ്ക് ആപ്പിൽ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം നമുക്ക് വരുന്ന വിൻഡോ
ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള വിൻഡോയാണ്. അപ്പൊ നമ്മുടെ പേരൊക്കെ ഇവിടെ മേലെ തന്നെ അറബിയിൽ കാണിക്കും. നമ്മുടെ ഇവിടെ സീനിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മുടെ പേരൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഉംറ ബുക്ക് പെർമിറ്റ് ഒന്നും നോബിൾ റൗദ ബുക്ക് പെർമിറ്റ് ഒന്നും കാണിക്കും. ഇവിടെ നമ്മൾ ഈ പച്ചയിലുള്ള നോബിൾ റൗദ ബുക്ക് പെർമിറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ റൗദയുടെ റൗദ വിസിറ്റ് ഫോർ മെൻ എന്ന് വരും. അതായത് ഇപ്പൊ നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തതെങ്കിൽ നമുക്ക് എഴുതി വരും. സ്ത്രീകളാണെങ്കിൽ വുമൺ എന്നാ വരാം. നമ്മൾ ഈ പച്ചയിൽ തന്നെ ഇവിടെ ഈ ആരോ ഒന്ന് നിൽക്കും. ബുക്ക് വിസിറ്റ് ടു റൗദ അത് ടിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മുടെ പേരോടെ കാണിക്കും. നമുക്ക് ഏത് ഡേറ്റ് ആണ് വേണ്ടത് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ചൂസ് യുവർ വിസിറ്റ് ഡേറ്റ് കണ്ടിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കാണുന്ന ആ പച്ച നിറത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയുന്ന ഡേറ്റുകളാണ്. റെഡ് നമുക്ക് കഴിയില്ല. പച്ച നിറത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ താഴത്തുണ്ട് കേട്ടോ. വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ആ ഓറഞ്ച് നിറത്തിലുള്ളത് കാണുന്നത്. ഓറഞ്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. പച്ച നിറത്തിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് 12-ാം തീയതി ബുക്ക് ചെയ്യാൻ വേണ്ടി 12-ാം തീയതി നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കൺഫേം കൊടുക്കാൻ താഴത്ത് കേട്ടോ. കൺഫേം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡീറ്റെയിൽ വരും. 12-ാം തീയതി നമുക്ക് ഡേറ്റ് ഇല്ല എന്നാ കാണിച്ചതായിട്ട് ഓൾറെഡി നമ്മൾ ഒരു 18-ാം തീയതി കൊടുത്തു, കൺഫേം കൊടുത്തു. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ടൈം കാണിക്കും. കണ്ടില്ലേ, ലുഹർ നിസ്കാരത്തിന് മുൻപുള്ള ടൈമാണ് കാണിച്ചിരിക്കുന്നത്. 12:20, 12:40, 1 മണി, 1:20, അങ്ങനെ ഓരോ ഡേറ്റുകൾ മാറ്റി മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. 21-ാം തീയതി നമ്മൾ കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ സുബഹിക്ക് മുൻപ് ഉണ്ടല്ലോ, ബിഫോർ ഫജർ, സുബഹിക്ക് മുൻപ്, സുബഹിക്ക് ശേഷം, ലുഹർ നിസ്കാര സമയത്ത്, അസർ നിസ്കാര സമയത്ത്, അസറിന് ശേഷം ഒക്കെ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ ഒരു സ്ലോട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ സുബഹിക്ക് മുൻപ് എടുക്കുകയാണെങ്കിൽ 2:20, വെളുപ്പിന് 2:20 നമ്മൾ എടുത്തു, കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ നമ്മുടെ പേര് വന്നു, കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബുക്കായി നമ്മൾ ബുക്ക് ആയിട്ടുണ്ട്. ഓൾറെഡി QR ബുക്കിംഗ് ഡീറ്റെയിൽസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ QR കോഡ് കിട്ടും. ഈ QR കോഡ് നമുക്ക് 24 മണിക്കൂറിനുള്ളിലായിട്ട് എന്ത് ചെയ്യും, നമുക്ക് 48 മണിക്കൂറിനുള്ളിലായിട്ട്, 24 മണിക്കൂറല്ല, ഈ QR കോഡ് 48 മണിക്കൂറിനുള്ളിലായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആക്റ്റീവായി വരും. ഈ QR കോഡ് കാണിച്ച് നമുക്ക് റൗദയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ, അല്ലാഹു നൽകട്ടെ. പരിശുദ്ധമായ റൗദയിൽ പ്രവേശിക്കാനും 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കണ്ട എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.